കാട് കണ്ടതിൽ വെച്ച് ഏറ്റവും കഠോരമായ ജീവി. അതിശക്തനായ ഇന്ത്യൻ വനങ്ങളിലെ കാട്ടിയെ പോലും ഒറ്റയ്ക്ക് ആക്രമിച്ചു കൊല്ലുന്ന ഒരു മൃഗം. അതാണ് കടുവ അഥവാ വരയൻ പുലി എന്നും അറിയപ്പെടും. ആഫ്രിക്കൻ പുൽമേടുകളിൽ സിംഹങ്ങൾ ആണ് രാജാവ് എങ്കിൽ ഏഷ്യൻ വനങ്ങളെ അടക്കി ഭരിക്കുന്നത് കടുവയാണ്. താരതമ്യേന വലിയ തലയും ശക്തമായ കൈകാലുകളും പേശീബലമുള്ള ശരീരവും നീളമുള്ള വാലും ഇവയുടെ പ്രത്യേകതയാണ്. ഈ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കടുവകളുടെ ഉപവിഭാഗങ്ങളും അവയുടെ പ്രത്യേകതകളും ആണ്. വെൽക്കം എവോല്യൂഷൻ ഇൻ മലയാളം. പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കടുവ. പ്രായപൂർത്തിയായ ആൺ അമൂർ കടുവകൾക്ക് 300 കിലോഗ്രാം വരെ ഭാരം വരാം. ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ കടുവ ഒരു ബംഗാൾ കടുവയാണ്. പേശീബലമുള്ള അതിശക്തമായ ഈ മൃഗം ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ ആയിരുന്നു ജീവിച്ചിരുന്നത്. ഏകദേശം 10 അടി 7 ഇഞ്ച് നീളമുണ്ടായിരുന്നു. ഇതിന് 857 പൗണ്ടിനടുത്ത് ഭാരവും ഉണ്ടായിരുന്നു. ഇത് കാട്ടിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ബംഗാൾ കടുവകളെക്കാൾ ഏകദേശം 300 പൗണ്ട് ഭാരമുള്ളതായിരുന്നു. ഏതാനും ഫോസിലുകളിൽ മാത്രം അറിയപ്പെടുന്ന എൻഗാൻഡോങ് കടുവയാണ് ഏറ്റവും വലുതും ശക്തവുമായ കടുവ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു. പരമ്പരാഗതമായി കടുവകളെ 9 ഉപജാതികളായി തരം തിരിച്ചിട്ടുണ്ട്. ബംഗാൾ കടുവ, സൈബീരിയൻ കടുവ അഥവാ അമൂർ കടുവ, സുമാത്രൻ കടുവ, ഇൻഡോ ചൈനീസ് കടുവ, മലയൻ കടുവ, സൗത്ത് ചൈന കടുവ, കാസ്പിയൻ കടുവ, ബാലി കടുവ, ജാവൻ കടുവ എന്നിവയാണ്. ഇതിൽ 3 എണ്ണം വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ബംഗാൾ കടുവ. ഇന്ത്യൻ കടുവ അല്ലെങ്കിൽ റോയൽ ബംഗാൾ കടുവ എന്നും അറിയപ്പെടുന്ന ബംഗാൾ കടുവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളതാണ്. ഒരുകാലത്ത് വളരെ വലിയ പ്രദേശത്ത് വിഹരിച്ചിരുന്നെങ്കിലും നിലവിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ബംഗാൾ കടുവ വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നു. ഒരു ആൺ ബംഗാൾ കടുവയുടെ ഭാരം 397 മുതൽ 569 പൗണ്ട് വരെയാണ്. പെൺ കടുവ ചെറുതാണ്, 220 മുതൽ 350 പൗണ്ട് വരെ ഭാരമുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാർജാര വർഗത്തിൽ ഒന്നാണിത്. ഇന്ന് ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, തെക്കുപടിഞ്ഞാറൻ ചൈന എന്നിവിടങ്ങളിൽ വസിക്കുന്നു. വേട്ടയാടൽ, ആവാസവ്യവസ്ഥ നഷ്ടപ്പെടൽ, ആവാസവ്യവസ്ഥയുടെ വിഘടനം എന്നിവയാൽ ഇത് ഭീഷണിയിലാണ്. 2022 കണക്കനുസരിച്ച് ബംഗാൾ കടുവകളുടെ എണ്ണം ഇന്ത്യയിൽ 3167 മുതൽ 3682, നേപ്പാളിൽ 316 മുതൽ 355, ഭൂട്ടാനിൽ 131, ബംഗ്ലാദേശിൽ ഏകദേശം 114 എണ്ണം ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഭാരം കൊണ്ട് സൈബീരിയൻ കടുവകൾ ആണ് മുന്നിലെങ്കിലും അക്രമശൈലിയിൽ ബംഗാൾ കടുവകൾ ആണ് കേമന്മാർ. സൈബീരിയൻ കടുവ. മഞ്ചൂറിയൻ കടുവ, കൊറിയൻ കടുവ, അമൂർ കടുവ അല്ലെങ്കിൽ ഉസ്സൂറിയൻ കടുവ എന്നും അറിയപ്പെടുന്ന സൈബീരിയൻ കടുവ വടക്കൻ ഏഷ്യയിൽ അഥവാ ചൈന, റഷ്യ, കൊറിയ എന്നീ രാജ്യങ്ങളിൽ വസിക്കുന്ന ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഇനമാണ്. ഒരുകാലത്ത് അതിന്റെ പ്രദേശം വളരെ വലുതായിരുന്നു. ഇതാണ് നിലവിൽ ജീവിച്ചിരിക്കുന്ന കടുവകളിൽ ഏറ്റവും വലിയ ഇനം. വടക്കൻ ഏഷ്യയിലെ കഠിനമായ ശൈത്യകാലത്ത് നിന്ന് അവയെ സംരക്ഷിക്കുന്ന കട്ടിയുള്ള രോമങ്ങൾ ഉള്ളതുകൊണ്ട് ശക്തമായ തണുപ്പിനെ അതിജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഏറ്റവും ഭാരം കൂടിയ സൈബീരിയൻ കടുവയ്ക്ക് 660 പൗണ്ട് ഭാരമുണ്ടെങ്കിലും ഇത് സാധാരണയായി ബംഗാൾ കടുവയേക്കാൾ ചെറുതാണ്. ആൺ സൈബീരിയൻ കടുവകൾക്ക് സാധാരണയായി 389 മുതൽ 475 പൗണ്ട് വരെ ഭാരം വരും. പെൺ കടുവകൾക്ക് സാധാരണയായി 260 മുതൽ 303 പൗണ്ട് വരെ ഭാരം വരും. പെൺകടുവയും ആൺസിംഹവും ഇടകലർന്ന ലൈഗർ പോലുള്ള സങ്കരയിനങ്ങൾ അവയുടെ മാതാപിതാക്കളേക്കാൾ വളരെ വലുപ്പം വെക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺ ലൈഗറിന് 1600 പൗണ്ട് വരെ ഭാരം വരും. അത് ഒരു ബംഗാൾ അല്ലെങ്കിൽ സൈബീരിയൻ കടുവയുടെ 3 ഇരട്ടി വലുപ്പമാണ്. അതുപോലെ തന്നെ ബംഗാൾ കടുവകളും സൈബീരിയൻ കടുവകളും സങ്കരയിനമാകുമ്പോൾ അവ അവരുടെ മാതാപിതാക്കളേക്കാൾ വളരെ വലുപ്പം വെക്കാറുണ്ട്. ഓർക്കുക, ഇതൊന്നും സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംഭവിക്കുന്നതല്ല, മനുഷ്യന്റെ ജിജ്ഞാസ മൂലം മനുഷ്യൻ നടപ്പിലാക്കുന്നതാണ്. സുമാത്രൻ കടുവ. ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിലാണ് സുമാത്രൻ കടുവ വിഹരിക്കുന്നത്. ഇതാണ് നിലവിൽ ജീവിച്ചിരിക്കുന്ന കടുവകളിൽ ഏറ്റവും ചെറിയ കടുവ. സുമാത്രൻ കടുവ വളരെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമാണ്. ബാലി കടുവയും ജാവൻ കടുവയും എന്ന മറ്റ് 2 കടുവ ഉപജാതികൾ ഒരിക്കൽ ഒരേ പ്രദേശത്ത് താമസിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വംശനാശം സംഭവിച്ചു. സുമാത്രൻ കടുവകളുടെ വരകൾ വളരെ ഇരുണ്ടതും വ്യക്തമായി നിർവചിക്കപ്പെട്ടതുമാണ്. അവ കടുവയുടെ മുൻകാലുകൾ ഉൾപ്പെടെ മുഴുവൻ ശരീരത്തെയും മൂടുന്നു. മറ്റുള്ള കടുവകൾക്ക് കാണപ്പെടാത്ത ഒരു പ്രത്യേകത ആണിത്. ഇൻഡോ ചൈനീസ് കടുവ. ഇൻഡോ ചൈനീസ് കടുവകൾക്ക് ഇടുങ്ങിയതും ഒറ്റ വരകളുമാണ് ഉള്ളത്.
ആൺ ഇന്തോ ചൈനീസ് കടുവയ്ക്ക് സാധാരണയായി 331 മുതൽ 430 പൗണ്ട് വരെ ഭാരം വരും, അതേസമയം പെൺകടുവയ്ക്ക് 220 മുതൽ 290 പൗണ്ട് വരെ ഭാരം വരും. കോർബറ്റിന്റെ കടുവ എന്നും അറിയപ്പെടുന്ന ഇന്തോ ചൈനീസ് കടുവ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നരഭോജികളായ കടുവകളെയും പുള്ളിപ്പുലികളെയും വേട്ടയാടാൻ പലപ്പോഴും നിയോഗിക്കപ്പെട്ടിരുന്ന പ്രശസ്ത ബ്രിട്ടീഷ് വേട്ടക്കാരനായ ജിം കോർബറ്റിന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടതാണ്. ഗുരുതരമായി വംശനാശഭീഷണി നേരിടുന്ന ഇന്തോ ചൈനീസ് കടുവ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ചൈന, തായ്ലൻഡ്, ലാവോസ്, ബർമ്മ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ശരീരഭാഗങ്ങളുടെ നിയമവിരുദ്ധമായ വ്യാപാരമാണ് ഇന്തോ ചൈനീസ് കടുവകളുടെ എണ്ണം പെട്ടെന്ന് കുറയാൻ പ്രധാന കാരണം. ഇന്ന് ലോകത്ത് ഏകദേശം 300 മുതൽ 400 എണ്ണം ഇന്തോ ചൈനീസ് കടുവകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കടുവയുടെ ശരീരഭാഗങ്ങൾ ആചാരങ്ങളിലും മാംസത്തിനും, ആഭരണങ്ങൾ, മരുന്നുകൾ, വസ്ത്രങ്ങൾ, വീഞ്ഞ് എന്നിവ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു. മലയൻ കടുവ. മലയൻ കടുവയെ തെക്കൻ ഇന്തോ ചൈനീസ് കടുവ എന്നും വിളിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ബർമ്മ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ ആണ് ഇവയെ കാണപ്പെടുന്നത്. ആൺ മലയൻ കടുവയ്ക്ക് 220 മുതൽ 308 പൗണ്ട് വരെയും പെൺകടുവയ്ക്ക് 165 മുതൽ 245 പൗണ്ട് വരെയും ഭാരം വരും. മലയൻ കടുവയ്ക്ക് ഇന്തോ ചൈനീസ് കടുവയുമായി വളരെ സാമ്യമുണ്ട്, പക്ഷേ അതിന്റെ വലിപ്പം അല്പം ചെറുതാണ്. 2000-കളുടെ ആരംഭം വരെ ഇന്തോ ചൈനീസ് കടുവയിൽ നിന്ന് വേറിട്ട ഒരു പ്രത്യേക ഇനമായി ഇതിനെ കണക്കാക്കിയിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിന് 2 ശാസ്ത്രീയ നാമങ്ങൾ ഉള്ളത്. കടുവ സംരക്ഷണത്തിൽ താൽപ്പര്യമുള്ള ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമായ പീറ്റർ ജാക്സനെ ആദരിക്കാനാണ് ജാക്സോണി എന്ന ശാസ്ത്രീയ നാമം തിരഞ്ഞെടുത്തത്. മലേഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം സൂചിപ്പിക്കുന്നതിന് മലയൻസിസ് എന്ന ശാസ്ത്രീയ നാമം അത്ര പ്രചാരത്തിലില്ലായിരുന്നു. മലയൻ കടുവകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പ്രജനനത്തിന് ഉപയോഗിക്കുന്ന മുതിർന്ന കടുവകളുടെ എണ്ണം 200-ൽ താഴെയാണ്. ആവാസവ്യവസ്ഥയുടെ നഷ്ടവും വേട്ടയാടലും കാരണം മലയൻ കടുവകൾ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നു. ഇന്തോ ചൈനീസ് കടുവയെപ്പോലെ മലയൻ കടുവയുടെ ശരീരഭാഗങ്ങൾ സാംസ്കാരിക ആചാരങ്ങൾ മുതൽ പരമ്പരാഗത മരുന്നുകൾ വരെ വിവിധ രീതികളിൽ ഉപയോഗിക്കുന്നു. സൗത്ത് ചൈന കടുവ. സൗത്ത് ചൈന കടുവയെ ചൈനീസ് കടുവ, സിയാമെൻ കടുവ, അമോയ് കടുവ എന്നും അറിയപ്പെടുന്നു. കിഴക്കൻ, മധ്യ ചൈനയിലെ ജിയാൻസി, ഗ്വാൻഡോങ്, ഫുഗിയൻ, ഹുനാൻ പ്രവിശ്യകളിൽ ആണിവ വിഹരിക്കുന്നത്. സുമാത്രൻ, ഇന്തോ ചൈനീസ്, മലയൻ കടുവകളെപ്പോലെ ചെറുതല്ലെങ്കിലും സൗത്ത് ചൈന കടുവ ചെറിയ കടുവകളുടെ ഉപജാതികളിൽ ഒന്നാണ്. ഒരു ആൺ സൗത്ത് ചൈന കടുവയ്ക്ക് 287 മുതൽ 386 പൗണ്ട് വരെ ഭാരമുണ്ട്. പെൺ കടുവയ്ക്ക് 220 മുതൽ 254 പൗണ്ട് വരെ ഭാരമുണ്ട്. പതിറ്റാണ്ടുകളായി കാട്ടിൽ ഒരെണ്ണത്തെ പോലും കണ്ടെത്തിയിട്ടില്ല. സൗത്ത് ചൈന കടുവകൾ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. ലോകത്ത് 30 മുതൽ 40 വരെ എണ്ണം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, എല്ലാം തടവിലാണ് കഴിയുന്നത്. വികസനത്തിനായി ചൈനീസ് സർക്കാർ ഭൂമി വെട്ടിത്തെളിച്ചപ്പോൾ കുടിയിറക്കപ്പെട്ട എല്ലാ കടുവകളെയും അവർ കൊന്നു. ആവാസവ്യവസ്ഥയുടെ നാശവും ഉന്മൂലന നടപടികളും കാട്ടിലെ സൗത്ത് ചൈന കടുവകളുടെ വംശനാശത്തിലേക്ക് നയിച്ചു. ചൈനീസ് സർക്കാർ ഇപ്പോൾ സൗത്ത് ചൈന കടുവകളെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നു. നിലവിൽ ചൈനയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും മൃഗശാലകളിൽ അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി വേണ്ട രീതിയിൽ അവയെ സംരക്ഷിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ വംശനാശം സംഭവിച്ച 3 കടുവ ഇനങ്ങളെ കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല. ഇതിൽ കാസ്പിയൻ കടുവ, ബാലി കടുവ, ജാവൻ കടുവ എന്നിവ ഉൾപ്പെടുന്നു. ഈ ഉപജാതി കടുവകളെ പതിറ്റാണ്ടുകളായി കണ്ടെത്തിയിട്ടില്ല, അവയൊന്നും തടവിലായതായി അറിയില്ല. ആവാസവ്യവസ്ഥയുടെ നഷ്ടവും നിയമവിരുദ്ധമായ വേട്ടയാടലും ഈ 3 കടുവ ഉപജാതികളുടെ വംശനാശത്തിലേക്ക് നയിച്ചു. അവശേഷിക്കുന്ന എല്ലാ കടുവ ഇനങ്ങളെയും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭീഷണികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശേഷിക്കുന്ന കടുവ ഉപജാതികളും വംശനാശം സംഭവിച്ചേക്കാം. കാസ്പിയൻ കടുവ. കാസ്പിയൻ കടുവ കാസ്പിയൻ കടലിനു ചുറ്റും ജീവിച്ചിരുന്ന വലുതും ശക്തവുമായ ഒരു കടുവയായിരുന്നു. അതിന്റെ നിറങ്ങൾ മങ്ങിയതായിരുന്നു. വാസ്തവത്തിൽ കാസ്പിയൻ കടുവയെ ചിലപ്പോൾ ചാരക്കടുവ എന്ന് വിളിച്ചിരുന്നു. എന്നിരുന്നാലും അതിജീവിച്ചവരുടെ തൊലികൾക്ക് തുരുമ്പിച്ച ഓറഞ്ച് രോമങ്ങളും തവിട്ടു നിറവുമുണ്ട്. ഒരുപക്ഷേ ചാരനിറം വെളുത്ത കടുവയോ നീല കടുവയോ സൃഷ്ടിച്ചതുപോലുള്ള ഒരു മ്യൂട്ടേഷനായിരിക്കാം. ബാലി കടുവ. ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ നിന്നുള്ള മറ്റൊരു സ്വദേശിയായ ബാലി കടുവ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ചെറിയ കടുവയായിരുന്നു. ആൺ കടുവയ്ക്ക് 200 മുതൽ 220 പൗണ്ട് വരെയും പെൺ കടുവയ്ക്ക് 143 മുതൽ 176 പൗണ്ട് വരെയും ഭാരം ഉണ്ടായിരുന്നു. 1930 മുതൽ ഇതിനെ കണ്ടിട്ടില്ല. മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാലി കടുവയുടെ ഏക അവശിഷ്ടം അസ്ഥികളും തലയോട്ടികളുമാണ്. ജാവൻ കടുവ.
ഇന്തോനേഷ്യയിൽ ജീവിച്ചിരുന്ന 3 കടുവകളിൽ അവസാനത്തേതായിരുന്നു ജാവൻ കടുവ, ബാലി കടുവയും സുമാത്രൻ കടുവയും ഒപ്പം. ജാവൻ കടുവ ബാലി കടുവയേക്കാൾ അല്പം വലുതായിരുന്നു. 1970കൾ മുതൽ വംശനാശം സംഭവിച്ചതായി പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജാവൻ കടുവയായിരിക്കാം എന്ന തരത്തിൽ ഇടയ്ക്കിടെ കടുവകളെ കാണുന്നതായി ഇപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഏവർക്കും ഉള്ള സംശയം പോലെ പണ്ടു ഉണ്ടായിരുന്നു കടുവയും സിംഹവും ഒരു ഫൈറ്റ് ഉണ്ടായാൽ ആര് ജയിക്കും എന്നത്. റോമൻ കൊളോസിയത്തിൽ സിംഹങ്ങളെയും കടുവകളെയും പരസ്പരം പോരടിപ്പിക്കാറുണ്ടായിരുന്നു. അതിൽ തന്നെ കൂടുതലും കടുവയ്ക്ക് തന്നെ ആയിരുന്നു ജയം എന്ന് പുരാതന റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. എന്നാൽ ഭാഗ്യവശാൽ ആ ക്രൂരമായ വിനോദം ഇന്ന് നിലനിൽക്കുന്നില്ല. ഇന്ന് കാട്ടിൽ കടുവയും സിംഹവും തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യത ഒട്ടും തന്നെയില്ല. Thanks for watching my video for so long and stay tuned for more evolution, historical and facts videos. Thank you and greetings.